പ്രിയപ്പെട്ടവരെ, ധ്രുവിന്റെ വീഡിയോ വീണ്ടും വന്നിട്ടുണ്ട്. ഫാർമ കമ്പനികളും ഇലക്ട്രൽ ബോണ്ടും തമ്മിലുള്ള ബന്ധം, അഴിമതികൾ, മനുഷ്യജീവനെ, നമ്മളെ അതെങ്ങനെയൊക്കെ ബാധിക്കുന്നു, നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന സമഗ്രമായൊരു റിപ്പോർട്ടാണത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും എന്റെ വിഷു ആശംസകൾ. വിഷു കൈനീട്ടമായി ധ്രുവിന്റെ വീഡിയോയും എന്റെ സ്നേഹവും സ്വീകരിക്കൂ. നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വിഷു സമ്മാനമായി ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് 9 ലക്ഷം എന്നൊരു നമ്പറിലേക്ക് എത്താൻ വേണ്ടി എന്നെ ഒന്ന് സഹായിക്കൂ. അപ്പൊ ധ്രുവിന്റെ വീഡിയോയിലേക്ക് പോകാം. ധ്രുവ് പറയുന്നു, ഇലക്ട്രൽ ബോണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുംഭകോണമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ സാമ്പത്തിക വിദഗ്ധനായ ഭർത്താവ് ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച് പറയുന്നതാണ്. Electoral bond issue is not only the biggest scam in India, but this is the biggest scam in the world. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇതങ്ങനെ വെറും ഒരു അഴിമതി മാത്രമല്ല, ചെറുതും വലുതുമായ മറഞ്ഞിരിക്കുന്ന നിരവധി അഴിമതികളുടെയും തട്ടിപ്പുകളുടെയും വലിയൊരു കുംഭകോണമാണിതെന്ന്. പലതരം അഴിമതികളുണ്ട് ഇതിൽ. ചിലത് പൊതുജനങ്ങളെ നേരിട്ട് കൊള്ളയടിക്കുന്നതാണെങ്കിൽ, മറ്റു ചിലത് അർഹതയില്ലാത്ത കമ്പനികൾക്ക് സർക്കാർ ടെൻഡറുകൾ നൽകി സഹായിക്കുന്നതാണ്. വേറെ കുറെ എണ്ണമാകട്ടെ സർക്കാരിന്റെ നികുതി വെട്ടിക്കുന്ന കമ്പനികൾക്ക് അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവയാണ്. ബാക്കിയുള്ളവ എന്താണ്? കമ്പനികളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തുകൊണ്ട് കൊള്ള നടത്തുന്ന തരത്തിലുള്ള അഴിമതികളാണ്. ഇതിനൊക്കെ പുറമെ സാധാരണ മനുഷ്യരുടെ ജീവിതം വെച്ച് കളിക്കുന്ന വേറെയും കുറെ അഴിമതികളുണ്ട്. ഒരു മനുഷ്യന് ഒരു അസുഖം വന്ന് മരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് സാധാരണ പറയുക? സംഭവിക്കാനുള്ളത് നമുക്ക് തടയാൻ കഴിയില്ലല്ലോ, അത് ദൈവനിശ്ചയമായിരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ നോക്കും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ കാരണം ഒരാള് മരിക്കേണ്ടി വരികയാണെങ്കിൽ അത് ദൈവനിശ്ചയം ആയിരുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും അതിന്റെ പേരിൽ സമാധാനിക്കുമോ? നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. സർക്കാർ റെഗുലേറ്റർമാർ തന്നെ ഒരു കമ്പനിയുടെ വളരെ മോശം നിലവാരമുള്ള മരുന്നുകൾ നിരോധിക്കാതെ ഇരിക്കുകയും ഈ കാരണത്താൽ മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ഏതോ ഒരു വലിയ ഡാർക്ക് പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയിലെ ഒരു പ്ലോട്ടാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയല്ല കേട്ടോ സുഹൃത്തുക്കളെ, ഇത് സത്യമായ കാര്യമാണ് പറയുന്നത്. ലൈവ് മിന്റിന് വേണ്ടിയിട്ട് റിപ്പോർട്ടർ പ്രിയങ്ക പുല്ല എഴുതി ഡിസംബർ 2021 പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ടിലേക്ക് നോക്കൂ. ഈ റിപ്പോർട്ട് നമുക്ക് മെയ് 9, 2021 ഒരു സംഭവത്തെ കുറിച്ച് നേർ ചിത്രമാണ് കാണിച്ചു തരുന്നത്. രാജ്യത്താകമാനം കോവിഡിന്റെ 2ാം തരംഗം ആഞ്ഞടിച്ച സമയം. ആ സമയത്ത് ഒരു ദിവസം ഉത്തർപ്രദേശിലെ ചിരഞ്ജീവ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന അനസ്തീഷ്യോളജിസ്റ്റ് ജിതേന്ദ്ര പാലിന് അവിടെയുള്ള ഒരു നഴ്സിംഗ് സ്റ്റാഫ് ഫോൺ വിളിക്കുകയാണ്. അവർ വിചിത്രമായ ലക്ഷണങ്ങൾ കാണിക്കുന്ന 2 രോഗികളെ കുറിച്ച് വിശദീകരിച്ചു പറയുന്നു. പനി കാരണം വിറയ്ക്കുന്ന അവർക്ക് അസാധാരണമായ വിധത്തിലുള്ള രക്തത്തിൽ ഓക്സിജന്റെ അളവ് പെട്ടെന്ന് കുറയുന്നു. ഈ 2 രോഗികൾക്കും ആന്റിവൈറസ് മരുന്നായ റെംഡെസിവിയ ആദ്യ ഷോട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കണ്ടത്. രോഗികളുടെ ഇതിനോടുള്ള റിയാക്ഷനാണ് വെറും 1 മണിക്കൂറിനുള്ളിൽ അവർക്ക് ഈ കാണാൻ കഴിഞ്ഞത്. അതിശയം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ സംഭവമായിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ 4 രോഗികൾക്ക് ഇതേ അനുഭവം ഉണ്ടായതായി ഡോക്ടർ ജിതേന്ദ്ര പാലിന് അറിയാൻ സാധിച്ചു. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടായി. അന്വേഷണത്തിൽ ഈ 2 ആശുപത്രിയിലെ രോഗികൾക്ക് ഒരേ ബാച്ചിലുള്ള മരുന്നാണ് കൊടുത്തതെന്ന് അറിയാൻ പറ്റി. ബാച്ച് വി 100167. ഈ മരുന്ന് ഗുജറാത്തി കമ്പനിയായ സൈഡസ് കാഡിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഈ മരുന്നുകൾ. ഈ ബാച്ചിലെ മരുന്നിന്റെ പാർശ്വഫലങ്ങൾ മനസ്സിലായ ഡോക്ടർമാർ ഇത് ഉപയോഗിക്കുന്നത് നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഡോക്ടർമാർ കോവിഡ് രോഗികളുടെ ബന്ധുക്കളോട് മറ്റൊരു ബ്രാൻഡ് മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഈ മരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തിയപ്പോൾ തന്നെ രോഗികളുടെ നില വളരെ മെച്ചപ്പെട്ടതായിട്ട് ഡോക്ടർമാർ തന്നെ കണ്ടു എന്നാണ് ലൈവ് മിന്റിന്റെ റിപ്പോർട്ടറോട് ഡോക്ടർ ജിതേന്ദ്ര പാൽ തന്നെ പറയുന്നത്. എന്നാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ടതായിരുന്നില്ല. ഉത്തർപ്രദേശിലെ പല ആശുപത്രികളിൽ നിന്നും ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഝാൻസി മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജ്, മീററ്റിലെ ലാലാ ലജ്പത് റായ് മെഡിക്കൽ കോളേജ്, വാരണസിയിലെ ആശീർവാദ്, അപെക്സ് ആശുപത്രികൾ. മെയ് 7-നും 9-നും ഇടയിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ അനൂജ് കുമാർ ഇതേ കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റെംഡെസിവിയുടെ V100156 ബാച്ചിലെ മരുന്ന് ഉപയോഗിച്ച 5 രോഗികൾക്ക് കടുത്ത പനിയും ശ്വാസതടസ്സവും നേരിട്ടു. ഇതൊക്കെ കോവിഡ് ലക്ഷണങ്ങളോട് സാമ്യമുള്ളതാണെങ്കിലും അതല്ല കാരണമെന്ന് ഡോക്ടർ അനൂജ് കുമാറിന് എളുപ്പം മനസ്സിലാക്കാൻ സാധിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ പലതരം വാർത്തകൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വരാൻ തുടങ്ങി. രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ബീഹാർ.
റംഡെസിവിയ ഉപയോഗിച്ച രോഗികളിൽ രോഗം മൂർച്ഛിക്കുന്നതായിട്ട് കാണപ്പെട്ടു. ഈ മരുന്നുകളുടെ എല്ലാ ബാച്ചുകളും ഏകദേശം അടുത്തടുത്തുള്ളവയായിരുന്നു. ആ ബാച്ചുകൾ ഇങ്ങനെയായിരുന്നു: V10053153, 156, 166, 167, 170, L100148. ഇവയെല്ലാം ഉണ്ടാക്കിയത് ഒരേ കമ്പനിയായിരുന്നു, സൈഡസ് കാഡില. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മരുന്ന് സംഭരണ കമ്പനികളാണ് ഇവയെല്ലാം കൂടെ വാങ്ങിക്കൂട്ടിയത്. ഒരുപാട് ആശുപത്രികൾ ഇതിനെതിരെ ശബ്ദമുയർത്തി. എങ്കിൽ പോലും ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ റെഗുലേറ്റർമാർ ഇവയ്ക്കെതിരെ ഒന്നും തന്നെ ചെയ്യാൻ തയ്യാറായില്ല. ബീഹാറിലെ റെഗുലേറ്റർ മാത്രമാണ് ഇതിനെതിരെ ശബ്ദമുയർത്തി. അവർ ഈ കമ്പനിയുടെ V100167 ബാച്ചിലെ മരുന്നുകൾ വിശദമായിട്ട് പരിശോധിക്കുകയും ഈ മരുന്നുകളിൽ ബാക്ടീരിയൽ എൻഡോടോക്സിക്കുകളുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതുമൂലം മനുഷ്യർക്ക് കടുത്ത പനി വരാം, കൂടുതൽ ഡോസ് എടുത്തു കഴിഞ്ഞാൽ സെപ്റ്റിക് ഷോക്ക് വരെ സംഭവിക്കാവുന്ന തരം ഗുരുതരമായ റിയാക്ഷനുകളുള്ള മരുന്നാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒക്ടോബറിൽ പട്ന സിവിൽ കോർട്ടിൽ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ഈ മരുന്ന് കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റുകൾ എല്ലാം തന്നെ ഗുജറാത്തിലായിരുന്നു എന്ന് അപ്പോൾ കണ്ടെത്തി. ഈ മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കേണ്ടിയിരുന്ന ആരാണ്? ഗുജറാത്ത് FDCAയുടെ ഉത്തരവാദിത്തമായിരുന്നു അത്. അവരാണ് ഈ കമ്പനിക്ക് മരുന്ന് നിർമ്മിക്കാനുള്ള ലൈസൻസ് കൊടുത്തത്. ഈ കമ്പനിയുടെ പലവിധ മരുന്നുകളും ഗുണനിലവാരമില്ലാത്തവയാണെന്നുള്ള റിപ്പോർട്ടുകൾ തുടർച്ചയായി ഒന്നിനു പിറകെ ഒന്നായി വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ബീഹാറിലെ റെഗുലേറ്റർ ഗുജറാത്തിലെ FDCAയെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവരൊന്നും ചെയ്തില്ല. പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ ഗുജറാത്ത് FDCAയുടെ ഉത്തരവാദിത്തമായിരുന്നു ഇത് പരിശോധിക്കുക. എന്നാൽ അവയൊന്നും പരിശോധിക്കപ്പെട്ടില്ല. ഈ ബാച്ചുകളിലെ മരുന്നുകൾ ഒന്നും തന്നെ തങ്ങളുടെ ലാബിൽ പരിശോധനയ്ക്ക് എത്തിയില്ല എന്ന് ഗുജറാത്തിലെ റെഗുലേറ്ററിൽ ലാബുകളുടെ ജോയിന്റ് കമ്മീഷണർ ലായു മിന്റിനോട് പറയുന്നുണ്ട്. ഈ മരുന്നുകൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന് വീണ്ടും FDCA കമ്മീഷണറോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവും ഒരു ഭാഗത്തു നിന്നും കിട്ടിയില്ല. രാജ്യത്തിന്റെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം കേടായ മരുന്നുകളുള്ള ഓരോ കുപ്പിയും തിരികെ ശേഖരിക്കപ്പെടേണ്ടതാണ്. ഗുജറാത്ത് FDCA ഈ മരുന്നുകൾ തിരികെ ശേഖരിച്ചതിന് ഒരു തെളിവും കണ്ടെത്താൻ പറ്റിയില്ല. ഈ റിപ്പോർട്ടുകളെല്ലാം കാഡിലയുടെ വക്താവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ കഥയിൽ ഒരു ഞെട്ടിക്കുന്ന വഴിത്തിരിവുണ്ടായി. ഇതൊക്കെ സംഭവിക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് 2020 നവംബറിൽ തന്നെ ലോകാരോഗ്യ സംഘടന WHO റംഡെസിവിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്ന് കണ്ടെത്തി. WHO 35 രാജ്യങ്ങളിലെ 454 ആശുപത്രികളിലെ 14,304 രോഗികളിൽ നടത്തിയ പഠനത്തിൽ റംഡെസിവിയ കോവിഡ് വ്യാപനത്തിനെതിരെ ഫലപ്രദമല്ല എന്ന് കണ്ടെത്തി. ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെ സർക്കാർ ഈ മരുന്നിനെ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഇതിന്റെ ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തത്. 2021 ഏപ്രിൽ 14 ഇറക്കിയ പ്രസ് റിലീസിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു അമേരിക്കൻ കമ്പനിയാണ് ഈ മരുന്ന് വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിൽ 7 കമ്പനികൾക്ക് ഈ മരുന്നുണ്ടാക്കാൻ ലൈസൻസ് ലഭിച്ചു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സംഭവങ്ങൾക്കെല്ലാം ഇലക്ട്രൽ ബോണ്ടുമായി എന്ത് ബന്ധമാണ്? എന്തിനാണ് ഇലക്ട്രൽ ബോണ്ട് വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതെന്ന്? ബന്ധമുണ്ട്, വളരെ ശക്തമായ ബന്ധമുണ്ട്. നല്ല ബന്ധം മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം അതിന്റെ കാലഗണന, ഇതിന്റെ ക്രോണോളജി നമുക്കൊന്ന് നോക്കി പോകാം. ഒന്നാമതായിട്ട് WHO റംഡെസിവിയയുടെ ഉപയോഗം വിലക്കിയിരുന്നു. 2, മോദി സർക്കാർ WHOയുടെ ഈ ഉപദേശം അവഗണിച്ചുകൊണ്ട് ഈ മരുന്നിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകുന്നു. 3, ഗുജറാത്ത് FDCA മുഖേന ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശം സൈഡസ് കാഡില എന്ന കമ്പനിക്ക് ലഭിക്കുന്നു. 4, 5 സംസ്ഥാനങ്ങളിൽ നിരവധി ആശുപത്രികളിൽ നിന്നും ഈ മരുന്ന് കോവിഡ് രോഗികളിൽ രോഗം മൂർച്ഛിപ്പിക്കാൻ വേണ്ടി ഇടയാക്കിയ അവസ്ഥയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. 5, ബീഹാറിലെ റെഗുലേറ്റർ ഈ മരുന്നുകളിൽ ബാക്ടീരിയൽ എൻഡോടോക്സിൻകയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. ഈ മരുന്നുകൾ ഗുണനിലവാരമില്ലാത്തവയാണെന്ന് കണ്ടെത്തി. 6, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഗുജറാത്ത് FDCA ഗുണനിലവാരമില്ലായ്മ ആരോപിക്കപ്പെട്ട ഈ ബാച്ചുകളിൽ ഒരു പരിശോധനയും നടത്തിയില്ല. പ്രത്യേകിച്ച് അന്വേഷണമൊന്നും ഉണ്ടായില്ല. കേന്ദ്രത്തിലും ഗുജറാത്തിലും BJP ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇലക്ട്രൽ ബോണ്ടിന്റെ ഡാറ്റ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൈഡസ് കാഡില കമ്പനി 18 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി BJP സർക്കാരിന് സംഭാവന നൽകിയിട്ടുണ്ടെന്നാണ്. ഞാൻ ഒരേ ഒരു ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കുന്നു. ഇവിടെ സാധാരണക്കാരന്റെ ജീവന് യാതൊരു വിലയുമില്ലേ? ഈ കമ്പനി അക്കാലത്ത് രാജസ്ഥാനിൽ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന് 3 കോടി രൂപയാണ് സംഭാവന നൽകിയിട്ടുള്ളത്. BJPയുടെ സഖ്യകക്ഷിയായിരുന്ന സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്ക് 8 കോടി രൂപ. ഈ പാർട്ടിക്ക് 5 കമ്പനികളിൽ നിന്ന് സംഭാവന ലഭിച്ചതിൽ 4 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായിരുന്നു.
എനിക്കും ഒരു ഫാർമ ഹബ്ബായി കണക്കാക്കപ്പെടുന്നു. SKM പാർട്ടി ഇതിനെ നന്നായിട്ട് ദുരുപയോഗം ചെയ്തതായിട്ടും നമ്മൾ കണ്ടെത്തി. സൈഡസ് കാഡില എന്ന ഒറ്റ കമ്പനി മാത്രമല്ല, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനി 2022-നും 2023-നും ഇടയിൽ ഗുണനിലവാരമില്ലാത്ത മരുന്ന് നിർമ്മാണത്തിന് 5 നോട്ടീസുകൾ ലഭിച്ച കമ്പനിയാണ്. ഇതിൽ 4 നോട്ടീസുകൾ മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വകയാണ് ലഭിച്ചത്. ഗ്ലെൻമാർക്ക് കമ്പനിയുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മരുന്ന് ഗുണനിലവാരമില്ലാത്തയാണെന്ന് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതേ കമ്പനി തന്നെ 2022 നവംബറിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നും 9.75 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി അവർക്ക് നൽകിയതായി കണ്ടെത്തി. ഈ ബോണ്ടുകളെല്ലാം തന്നെ BJP എൻകാഷ് ചെയ്ത് പൈസ എടുത്തതായിട്ടും ഇപ്പോൾ പുറത്തു വന്ന രേഖകൾ പ്രകാരം കണ്ടെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് തുടക്കം കുറിച്ചിരുന്നു. ഞാൻ ചോദിക്കുകയാണ്, ഇതാണോ താങ്കളുടെ ഫിറ്റ് ഇന്ത്യ? ഗുജറാത്ത് ആസ്ഥാനമായിട്ടുള്ള ടോറൻ ഫാർമയുടെ ആന്റി പ്ലേറ്റ്ലെറ്റ് മരുന്നായ ഡെൽപാറ്റ് 150 സാലിസിലിക് ആസിഡ് പരിശോധനയിൽ പരാജയപ്പെടുകയും ഇതിന് ഗുണനിലവാരമില്ലാത്തതെന്ന് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ 2018 ഒക്ടോബറിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. 2019 ഒക്ടോബറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വകയായിട്ട് ഈ കമ്പനി ഇവരുടെ ഗുണനിലവാരമില്ലായ്മയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണാൻ സാധിച്ചത് 2019 മെയ്ക്കും 2024 ജനുവരിക്കും ഇടയിലായി ഈ കമ്പനി 77.5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നതാണ്. ഇതിൽ ഭൂരിഭാഗവും, അതായത് 61 കോടി രൂപയും BJPയുടെ കയ്യിൽ തന്നെയാണ് എത്തിയത്. അമേരിക്കയിൽ നിന്നുള്ള മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ഗുജറാത്തിലെ BJP സർക്കാർ ഈ കമ്പനിക്കെതിരെ ഒരു ആക്ഷനും എടുത്തില്ല. അമേരിക്കയൊക്കെ ഇതിനെ വാൺ ചെയ്തിരുന്നു. മറ്റൊരു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സിപ്ലയ്ക്ക് 2018-നും 2022-നും ഇടയിലായി 4 ഷോക്കോസ് നോട്ടീസുകളാണ് ലഭിച്ചത്. കഫ് സിറപ്പ് തുടങ്ങിയ മരുന്നുകളുടെ ഗുണനിലവാരമില്ലായ്മ തന്നെയായിരുന്നു ഇതിന് നോട്ടീസ് ലഭിക്കാനുള്ള കാരണം. നമ്മളും കുടിച്ചിട്ടുണ്ട് സിപ്ലയുടെ മരുന്ന്. 39.2 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഈ കമ്പനി വാങ്ങിയത്. ഇതിൽ 37 കോടി രൂപ BJPക്കും 2.2 കോടി രൂപ കോൺഗ്രസിനും ലഭിച്ചു. മുംബൈ ആസ്ഥാനമായുള്ള ഈ കമ്പനി എപ്പോഴാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത്? ആ തീയതികളിൽ നോക്കി ഇതിന്റെ ഒരു മാജിക് കാണാൻ പറ്റും. ഇതിന്റെ ക്രോണോളജി നിങ്ങൾക്ക് മനസ്സിലാകും. ജൂലൈ 2019, ഒക്ടോബർ 2019 എന്ന സമയങ്ങളിൽ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി. പക്ഷേ 2019 നവംബറിൽ BJPക്ക് അധികാരം നഷ്ടപ്പെട്ടു. ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. 2028 ജൂൺ വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടർന്നു. അതിനുശേഷം വീണ്ടും BJP സഖ്യകക്ഷി സർക്കാർ അധികാരത്തിൽ വന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ കമ്പനി 2022 നവംബറിൽ വീണ്ടും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി. സുഹൃത്തുക്കളെ, വാങ്ങി കൈക്കൂലി സംഭാവനയായിട്ട് കൊടുക്കൂ, ബിസിനസ് ചെയ്യൂ. ഇതാണ് ഇവരുടെ ഒരു പദ്ധതി. ഈ ഇലക്ഷൻ ബോണ്ട് അഴിമതിയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞ ഈ കഥകൾ. നിങ്ങളിപ്പോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇതൊക്കെ എന്തിനാണ് നമ്മൾ അറിയുന്നത്? ഇത്തരം അനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് എന്തിനാന്നല്ലേ? കുറച്ച് കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതിലും ബിസിനസ് നടത്തിയതിലും ഒക്കെ നമുക്ക് എന്താണ് കാര്യം? അല്പം നികുതി വെട്ടിപ്പൊക്കെ നടത്തി കമ്പനികൾ കുറച്ച് അധികം ലാഭം ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് നഷ്ടമാണെന്നൊക്കെയല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കണം. ഇത് കേട്ടിട്ടും നിങ്ങൾക്ക് അങ്ങനെ തന്നെ പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് കമന്റ് ഇടുകയും വേണേ. ഈ കഫ് സിറപ്പിന്റെ കാര്യം തന്നെ എടുക്കുക. ഇത് മുതിർന്നവർ മാത്രമല്ല, 6 വയസ്സിന് മുകളിലുള്ള കുട്ടികളും ഉപയോഗിക്കുന്ന ഒരു കഫ് സിറപ്പാണ്. 2022 ഡിസംബറിൽ ഉസ്ബെക്കിസ്ഥാനിൽ 18 കുട്ടികൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഗുണനിലവാരമില്ലാത്ത കഫ് സിറപ്പ് ഉപയോഗിച്ചതിനാൽ മരണപ്പെട്ടു എന്നാണ് പത്രവാർത്തകൾ. 2023 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന 19 കുട്ടികളുടെ മരണത്തെ ഇന്ത്യയിലെ 2 കമ്പനികളുടെ കേടായ കഫ് സിറപ്പ് ഉപയോഗം മൂലം എന്ന വാർത്തയുമായി ലിങ്ക് ചെയ്തു. ആംബ്രോനോൾ, ഡോക് 1 മാക്സ് എന്നിവയായിരുന്നു ഈ മരുന്നുകൾ. ഈ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ എന്നിവയുടെ ഉയർന്ന അളവിലുള്ള ഉപയോഗമായിരുന്നു ഇവരുടെ മരണകാരണം. ഉത്തർപ്രദേശ് ആസ്ഥാനമായുള്ള മാരിയോൺ ബയോടെക് എന്ന കമ്പനിയാണ് ഈ മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ക്വാറ മാക്സ് മെഡിക്കൽ മുഖേന ഉസ്ബെക്കിസ്ഥാനിൽ വിതരണവും നടത്തിക്കൊണ്ടിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമേ ആയിരുന്നില്ല. ഗാംബിയയിലും കാമറൂൺ മലിനമായ കഫ് സിറപ്പുകളുടെ ചീത്ത മരുന്നുകളുടെ ഉപയോഗം മൂലം നിരവധി കുട്ടികൾ മരണമടഞ്ഞു. മാരിയോൺ ബയോടെക് കൂടാതെ 2 ഇന്ത്യൻ കമ്പനികളുടെ പേര് ഇതിൽ ഉൾപ്പെട്ടു. ഹരിയാന ആസ്ഥാനമായുള്ള മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ്, മധ്യപ്രദേശ് ആസ്ഥാനമായുള്ള റെയ്മാൻ ലാബ്സ് എന്നിവയാണ് ഇന്ത്യൻ കമ്പനികൾ. മൊത്തം 141 കുട്ടികളുടെ മരണമുണ്ടായി. അതിൽ 68 കുട്ടികളുടെ മരണം മാരിയോൺ ബയോടെക്കുമായി ബന്ധമുള്ളവയായിരുന്നു. ഈ സംഭവം നടന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാൻ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്?
എന്ത് നടപടിയെങ്കിലും സ്വീകരിച്ചായിട്ട് നിങ്ങൾ കേട്ടോ? കോറ മാക്സ് മുഖേന രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ മരുന്നുകളും അവർ നിരോധിച്ചു. 2023 ജനുവരിയിൽ കോടതി ഇടപെട്ട് കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കി. ഈ കമ്പനി മുഖേന രാജ്യത്തെത്തിയ എല്ലാ മരുന്നുകളും നശിപ്പിച്ചു കളയാനും കോടതി ഉത്തരവിട്ടു. 23 പേർക്ക് 2 മുതൽ 20 വർഷം വരെ തടവ് വിധിച്ചു. കോറ മാക്സ് ഇന്ത്യൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന രാഘവേന്ദ്ര പ്രഡാർ സിംഗിന് 20 വർഷത്തെ തടവ് ശിക്ഷയാണ് ഇതിന്റെ പേരിൽ ലഭിച്ചത്. ഈ സംഭവങ്ങളെ എല്ലാം തുടർന്ന് ഇന്ത്യയിലും കുറച്ച് പരിശോധനകളൊക്കെ നടത്തുകയുണ്ടായി. ഈ പരിശോധനയിൽ നിരവധി മരുന്നുകളിൽ മായം ചേർത്തു എന്ന് കണ്ടെത്താൻ പറ്റി. റോയിറ്റേഴ്സ് നടത്തിയ ഒരു വിശദമായ അന്വേഷണത്തിൽ മാരിയോൺ ബയോടെക് അസംസ്കൃത വസ്തുക്കളുടെ മായ കെംടെക് ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയതായി കണ്ടെത്തി. ഈ കമ്പനി ആകട്ടെ ഇവ വിൽക്കാനുള്ള ലൈസൻസ് പോലും ഇല്ലാത്ത കമ്പനിയായിരുന്നു. ലിക്വിഡ് ഡിറ്റർജന്റുകളിലും പെയിന്റുകളിലും മറ്റും ഉപയോഗിക്കുന്ന മനുഷ്യ ശരീരത്തിന് വളരെ അപകടകരമായ പ്രൊപ്പിലീനാണ് മായ കെംടെക് എന്ന മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിച്ചതെന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യം കണ്ടെത്തി. റോയിറ്റേഴ്സിനോട് നടത്തിയ വെളിപ്പെടുത്തലിൽ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഹെഡായ തുഹിൻ ഭട്ടാചാര്യ പറയുന്നത് 10 വർഷമായി ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന കുറ്റസമ്മതം തന്നെയാണ് നടത്തുന്നത്. 2022 ഡിസംബറിൽ മാരിയോൺ ബയോടെക്കിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കപ്പെട്ടു. 3 ജോലിക്കാരെ അറസ്റ്റ് ചെയ്യുകയും കമ്പനിയുടെ ഡയറക്ടർമാരായിരുന്ന സച്ചിൻ ജെയിൻ, ജയ ജെയിൻ എന്നിവർക്കെതിരെ FIR സമർപ്പിക്കുകയും ചെയ്തു. ഇനിയാണ് പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരുന്നത്. ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. കമ്പനിയിലെ 3 ജോലിക്കാർക്കും ജാമ്യം കിട്ടതായി ഉത്തർപ്രദേശിൽ നിന്നുള്ള പോലീസ് ഓഫീസറായ വിജയകുമാർ പറയുന്നുണ്ട്. 2023 ഏപ്രിലിൽ കുറ്റം തെളിയിക്കപ്പെട്ട ഡയറക്ടർമാരായ സച്ചിനെയും ജയയെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അലഹാബാദ് ഹൈക്കോടതി വിധിച്ചു. 2023 ഒക്ടോബറിൽ കമ്പനിക്ക് വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചു. സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പ്രൊപ്പിലീൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന മരുന്നുകൾ ഒഴികെ ബാക്കി അവരുടെ എല്ലാ മരുന്നുകളും ഉണ്ടാക്കാനോ ഉപയോഗിക്കാനുമുള്ള അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊറ്റപ്പെട്ട സംഭവമല്ല സുഹൃത്തുക്കളെ, ഇതുപോലത്തെ നിരവധി സമാനമായ അനുഭവങ്ങൾ ധാരാളം പറയാനുണ്ട്. 2023 സെപ്റ്റംബറിൽ ഇറങ്ങിയ ഒരു ന്യൂസ് ആർട്ടിക്കിൾ ജമ്മു കാശ്മീരിലുള്ള ഉദ്ധംപൂർ ജില്ലയിൽ 12 കുട്ടികൾ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ 2 മാസം പ്രായമുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു എന്നും 1ഉം 2ഉം വയസ്സുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുമാണ് വാർത്തകളിൽ കാണുന്നത്. ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ തുടങ്ങിയ കഫ് സിറപ്പിന്റെ ഉപയോഗമായിരുന്നു ഇതിന്റെയൊക്കെ കാരണമായി വന്നത്. ഡിജിറ്റൽ വിഷൻ ഫാർമ കമ്പനിക്കെതിരെയായിരുന്നു ഈ മരുന്നിന്റെ നിർമ്മാതാക്കൾ. ഇത്രയധികം കുട്ടികളുടെ മരണമുണ്ടായിട്ടും ഈ കമ്പനിക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെ 3 വർഷമാണ് സമയമെടുത്തത്. 4 വർഷത്തിന് ശേഷവും ആരും ശിക്ഷിക്കപ്പെട്ടില്ല. ഈ സംഭവത്തിന് മുമ്പും ഡിജിറ്റൽ വിഷൻ ഫാർമയ്ക്ക് പലവട്ടം താക്കീത് ലഭിച്ചു. ഇത്തരം പല കമ്പനികളുടെയും നിരവധി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പത്രവാർത്തകളിലൂടെ ഒന്ന് ഓടിച്ചു പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ. 2023 ഡിസംബറിൽ നടന്ന ഒരു പരിശോധനയിൽ 54 ഫാർമ കമ്പനികളുടെ കഫ് സിറപ്പ് സാമ്പിളുകൾ എക്സ്പോർട്ട് ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഒരു കാലത്ത് ഇന്ത്യയെ ഫാർമസി ഓഫ് ദ വേൾഡ് എന്ന് തന്നെ വിളിച്ചിരുന്നു. ആദ്യം ഈ 3 കമ്പനികൾ ഈ സംസ്ഥാനത്തിന്റെ ഇടിവ് വരുത്തി, തൊട്ടുപുറകെ 54 കമ്പനികൾ. നമ്മുടെ രാജ്യത്തിന്റെ സത്പേര് എത്രമാത്രം കളങ്കമാണ് ഈ കമ്പനികൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മുടെ രാജ്യം ഇതിനെതിരെ വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുമെന്നും ഗുണനിലവാരം ഉറപ്പുവരുത്താനായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്നും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നും പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ. വെറുതെ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, പെനാൽറ്റി വരെ വെട്ടിക്കുറയ്ക്കാനുള്ള നടപടിയാണ് ചെയ്തു കൊടുത്തത്. കോടതിക്ക് വെളിയിലാണ് ഈ ഒത്തുതീർപ്പുകളെല്ലാം ഉണ്ടായത്. ബിസിനസ് തുടർന്നു കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പിടിക്കപ്പെടുന്ന കമ്പനികളെല്ലാം ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു, തിരികെ ബിസിനസ്സിലേക്ക് മടങ്ങി വരുന്നു എന്ന മാജിക് ആണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇതിലൊരു വമ്പൻ കമ്പനിയായ ഹെട്രോ ഗ്രൂപ്പ് ഇലക്ട്രൽ ബോണ്ട് മുഖേന BRS സംഭാവന ചെയ്തത് 120 കോടി. ഹെട്രോ ഗ്രൂപ്പ് കമ്പനിയുടെ ചെയർമാന് BRS രാജ്യസഭാ സീറ്റ് പോലും നൽകി. മഹാരാഷ്ട്ര BJP തിരിച്ച് അധികാരത്തിൽ വന്നപ്പോൾ ഈ കമ്പനിയുടെ 15 കോടി രൂപ BJP തന്നെ എൻകാഷ് ചെയ്തു, BJPക്ക് കിട്ടി. ഈ ലിസ്റ്റിന്റെ നീളം എത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് നോക്കൂ സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിച്ചത് ഫാർമ കമ്പനികളെ കുറിച്ച് മാത്രമാണ്. ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാണമില്ലാതെ പറയുന്നത് ചെറിയ ചില അപാകതകൾ, ചില അപൂർണതകളൊക്കെ ഞങ്ങൾക്ക് വന്നു എന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് ചെയ്യുന്നത്. ചില തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാകും, പോരായ്മകളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് അവകാശപ്പെടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. मोदी ने इलेक्ट्रल बॉन्ड बनाया था, इसके कारण आज आप ढूंढ पा रहे हो कि पैसा बॉन्ड किसने लिया, कहाँ दिया, कैसे. झूठ बोलो, बार बार झूठ बोलो,
जो भी बोल सकते हैं सब झूठ बोलो, जहां भी बोल सकते हैं झूठ बोलो. ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ടുള്ള രാഷ്ട്രീയ ഫണ്ട് ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിരുന്നു സത്യത്തിൽ. സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനുശേഷം മാത്രമാണ് നമുക്ക് ആർക്കൊക്കെ എത്ര പണം നൽകിയെന്ന് അറിയാൻ സാധിച്ചത്. സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരമൊരു വിധി ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇതിനൊക്കെ എന്നേക്കുമായി ഇവർ ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നെ എന്നാണ് ധ്രുവിന്റെ വീഡിയോ ധ്രുവ് അവസാനിപ്പിക്കുന്നത്. എത്ര പേര് മുഴുവൻ കണ്ടു എന്നറിയില്ല. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണിത്. എല്ലാവരും കേൾക്കണം. കേൾക്കാത്തവർക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ഭരണാധികാരികളെ കുറിച്ച് തിരിച്ചറിയുക. അതിനുശേഷം വിവേകപൂർവ്വം വോട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കോ കമന്റോ ഒക്കെ ഇട്ടാൽ സന്തോഷം.